നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. ട്രാഫിക് പോലീസ് ഇല്ലാത്തതിനാൽ കാഞ്ഞാണിയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. കഴിമ്പ്രത്ത് ഇനി ഉത്സവരാവുകൾ. ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. സമൃദ്ധിയെയും ഐശ്വര്യത്തെയും വരവേൽക്കുന്ന വിഷു ആഘോഷത്തിനായി മലയാളികൾ ഒരുങ്ങി. പുത്തനുടുപ്പും വിഷുക്കണിയും വിഷുസദ്യയും ഒരുക്കാനുമായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് എല്ലാവരും. ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി നിറയാൻ ഉരുളിയിൽ വിവിധ കാർഷികോൽപ്പന്നങ്ങൾ, സ്വർണം, നാണയം, കോടിമുണ്ട്, വാൽക്കണ്ണാടി, കണിക്കൊന്നപ്പൂ, ഉണങ്ങലരി, കൃഷ്ണവിഗ്രഹം എന്നിവ ഉരുളിയിൽ തയ്യാറാക്കി വെച്ച് നിലവിളക്ക് കൊളുത്തി 7:30 വെളുപ്പിന് ഈ കണി കണ്ട് ദിവസം തുടങ്ങണം എന്നതാണ് ചിട്ട. മുതിർന്നവർ കുട്ടികൾക്ക് വിഷു കൈനീട്ടവും നൽകും. വിഷുവിൻ്റെ വരവറിയിച്ച് പടക്കം പൊട്ടിക്കുക, ഉച്ചയ്ക്ക് വിഷുസദ്യ എന്നിവയും പ്രധാനമാണ്. കർഷകരുടെ മനസ്സിൻ്റെ നിശബ്ദ പ്രാർത്ഥനകൾ കൂടിയാണ് വിഷുക്കാലമെന്ന വിളവെടുപ്പ് കാലം. വിഷുവിനെക്കുറിച്ച് വ്യത്യസ്ത ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ സൂര്യന് നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസവും ഉണ്ട്. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. തെക്കേ റേഷൻ കടയ്ക്ക് കിഴക്ക് പുഴയോരത്തെ വന്നേരി കുടുംബക്ഷേത്രത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. മതിൽ ചാടി അകത്ത് കയറിയ മോഷ്ടാവ് ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളാണ് പൊളിച്ച് പണം കവർന്നത്. മോഷ്ടാവ് വരുന്നതും മതിൽ ചാടുന്നതും പണം കവർന്നു പോകുന്നതും CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മുമ്പ് പലതവണ ഈ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഇതോടെയാണ് മോഷ്ടാവിനെ കണ്ടെത്താൻ ക്ഷേത്രത്തിന് സമീപം CCTV ക്യാമറ സ്ഥാപിച്ചത്. വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകി. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി എടമുട്ടം സർദാർ സ്മാരകത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വലപ്പാട് ലോക്കൽ സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, LC അംഗങ്ങളായ വിനു പട്ടാലി, ലാൽ കച്ചില്ലം, സുജിൻ പുല്ലാട്ട്, AV ഹിരൺ, ബാബു മേൽവീട്ടിൽ എന്നിവർ പങ്കെടുത്തു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CPI താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് MV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. CPI താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PR ഷിനോയ് അധ്യക്ഷത വഹിച്ചു. PM മധുലാൽ, ഷീല ബൈജു എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് KC ബൈജു, പ്രേമലത കുമാരൻ, KB സോമലാൽ എന്നിവർ നേതൃത്വം നൽകി. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്നാഗ്രഹിച്ച സ്വപ്നഭവനം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് കയ്പമംഗലം സ്വദേശിനി ഷൈനി എന്ന വീട്ടമ്മ. ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് വിഷു കൈനീട്ടമായി ബൈത്തുന്നൂർ ഭവനം നിർമ്മിച്ചു നൽകിയത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിനാകെ മാതൃകയായ ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 9ാമത്തെ വീടാണ് ഷൈനിക്ക് വിഷു കൈനീട്ടമായി ലഭിച്ചത്. 2 പെൺമക്കളടങ്ങുന്ന നിർധന കുടുംബമായിരുന്നു ഷൈനിയുടേത്. ഭർത്താവ് സുധാകരൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചതോടെ വർഷങ്ങൾ പഴക്കമുള്ള ചെറിയ വീട്ടിൽ ഷൈനി തനിച്ചായി. കാറ്റിലും മഴയിലും വീടിൻ്റെ ഓരോ ഭാഗം തകർന്നു വീഴുമ്പോഴും യാതൊരു പരിഭവങ്ങളുമില്ലാതെ ഷൈനി വീടിന് കാവലിരുന്നു. ഇക്കഴിഞ്ഞ മഴയിൽ വീടിൻ്റെ ഒരു മുറിയൊഴികെ ബാക്കി ഭാഗം നിലം പൊത്തി.
അതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റും അയൽവാസികളെ ആശ്രയിക്കേണ്ട ഗതികേടിലായി. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും നീണ്ട കാത്തിരിപ്പായിരുന്നു ഫലം. ഇതിനിടയിലാണ് ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഷൈനി അപേക്ഷ സമർപ്പിക്കുന്നത്. എനിക്ക് അങ്ങനെ ആരും പറഞ്ഞിട്ട് ആരും എനിക്കൊന്നും ചെയ്തു തരാൻ ഇല്ല. എൻ്റെ സഹോദരന്മാർ അവർക്ക് തന്നെ ജീവിക്കുക, അവർ തന്നെ ഒരു ഇതിനെ ജീവിക്കുന്നത്. അപ്പോൾ ആരും അങ്ങനെ ഇല്ലാണ്ടായ ഇതിൽ ഞാൻ ശുക്ർ അവരോടൊന്ന് പറഞ്ഞു, എനിക്ക് എങ്ങനെ വീട് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ സഹായത്തിൽ എനിക്ക് ഇങ്ങനെ വീടുണ്ടാക്കി തന്നത് ഞാൻ നന്ദി പറയുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്നും അസുഖവും അങ്ങനെയൊക്കെ ആയിട്ട്, എന്നാലും വീട് എനിക്ക് ഇത് കിട്ടിയാലും എനിക്ക് നന്ദി അവരോട് തന്നെ, ഇവരോടും ദൈവത്തോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഷൈനിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി കുറച്ചു മാസങ്ങൾ പിന്നിട്ടപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യവും ഷൈനിയെ തേടിയെത്തി. ഈ തുക കൂടി ഉൾപ്പെടുത്തിയാണ് കോർഡിനേഷൻ കമ്മിറ്റി പുതിയ വീട് ഷൈനിക്ക് നിർമ്മിച്ചു നൽകിയത്. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് വീട് നിർമ്മിച്ചത്. വീട് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് ഷൈനി. ലളിതമായി നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ MLA വീടിന്റെ താക്കോൽ ഷൈനിക്ക് കൈമാറി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പണ്ട് KPSC നാടകം ഗാനത്തിലൊന്നും ഒരു പ്രധാനപ്പെട്ട പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്ര തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുന്നൊരു വാചകം പ്രധാനമാണ്. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം മനസ്സിലാക്കിയപ്പോൾ പെൺകുട്ടികൾ കൂടി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വല്ലാതെ അമ്മ വേവലാതിപ്പെടാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സുരക്ഷിതമായി ഒക്കെ താമസിപ്പിക്കുക, നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വളരെ സുരക്ഷിതമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വീട് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വിഷുവൊക്കെ ഉള്ള സമയത്ത് വളരെ സന്തോഷപൂർവ്വം. ബൈത്തുന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷനായി. മജ്ലിസുന്നൂർ അമീർ ഹാഫിൽ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ചിറക്കൽ മഹൽ പ്രസിഡന്റ് മുഹമ്മദ് മാണിയത്ത്, സെക്രട്ടറി യൂസഫ് അന്താറത്തറ, ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പുതിയ വീട്ടിൽ, പഞ്ചായത്ത് അംഗം ജിനൂബ് അബ്ദുറഹ്മാൻ, സിറാജ് വലിയകത്ത്, മൂസാൻ പള്ളിപ്പറമ്പിൽ, ഹനീഫ ചുങ്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇത് എൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള ഷൈനി ചേച്ചിക്കാണ് കൈമാറുന്നത്. നമ്മളെ 8ാമത്തെ വീട് പണി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൈനി ചേച്ചിയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ആ ആപ്ലിക്കേഷൻ പരിഗണിക്കുകയും 9ാമത്തെ വീട് ഷൈനി ചേച്ചിക്കായിട്ട് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 8ാമത്തെ വീട് കഴിഞ്ഞ് ഷൈനി ചേച്ചിയുടെ വീടിൻ്റെ പരിപാടി തുടങ്ങുമ്പോഴാണ് ഷൈനി ചേച്ചിക്ക് ഒരു ഭാഗ്യം പോലെ പഞ്ചായത്തിൽ നിന്നും ഒരു പഞ്ചായത്തിൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വിവരം കൂടി കിട്ടുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ആ പൈസ കൂടിയിട്ട് നിങ്ങൾക്ക് തരാം, അത് കൂടിയിട്ട് ഇപ്പോൾ എൻ്റെ വീടൊന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ പണിത് തരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഏകദേശം 10-10.5 ലക്ഷം റുപ്യോളം ചിലവാക്കിയിട്ട് 600 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ളൊരു വീടാണ് ഇപ്പോൾ ചേച്ചിക്ക് പണിത് കൊടുത്തിട്ടുള്ളത്. ജനകീയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 11 മുതൽ 18 വരെ നടക്കുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം നടന്നു. ബീച്ച് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ജനകീയ സൗഹൃദ വേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് മുഖ്യാതിഥിയായി. ജനറൽ കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ, A നാഗേഷ്, വിനോദ് വിജയൻ, വാമനൻ നെടിയിരിപ്പിൽ, ബിജു, ശശിധരൻ പുളിക്കൽ, നിഖിൽ ഇരിങ്ങത്തുരുത്തി, സുധീർ പട്ടാലി, മധു കുന്നത്ത്, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സൗമ്യൻ നെടിയിരിപ്പിൽ, PD ലോഹിതാശൻ, സുജിൻ പുല്ലാട്ട്, സുമേഷ് പാനാട്ടിൽ, പ്രജീഷ് കൊല്ലാറ, അജ്മൽ ഷെരീഫ്, സുധീന്ദ്രൻ ഏറാട്ട്, ചിത്രൻ കോവിൽ തെക്കേ വളപ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വേടൻ ഷോയും നടന്നു.
കയ്പമംഗലം പനമിക്കുന്ന് തെക്കൻ പറമ്പിൽ ശ്രീ രുദ്രമാല വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി മുത്തപ്പന് കളമെഴുത്തുപാട്ടും വിഷ്ണുമായയ്ക്ക് കളമെഴുത്തും പാട്ടും, എഴുന്നള്ളിപ്പ്, പ്രസാദവൂട്ട്, കാഴ്ചശീവേലി, ദേവിക്ക് കളമെഴുത്തും പാട്ടും എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കക്കത്തോടൻ രഘുപതി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം കൃഷ്ണകൃപ അവതരിപ്പിച്ച വീരനാട്യം, കൈക്കുട്ടിക്കളിയും ഉണ്ടായിരുന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ ടി.കെ. രാമചന്ദ്രൻ, ടി.എസ്. കൃഷ്ണകുമാർ, ടി.എസ്. ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ബി.ജെ.പി. മണലൂർ മണ്ഡലം സജീവ അംഗങ്ങളുടെ കൺവെൻഷൻ കാഞ്ഞാണി സിംല ഹാളിൽ നടത്തി. ബി.ജെ.പി. മണലൂർ മണ്ഡലം അധ്യക്ഷൻ കെ.എസ്. ധനീഷ് അധ്യക്ഷനായി. ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് വിജയവും സംഘടനയുടെ വളർച്ചയും എന്ന വിഷയത്തെക്കുറിച്ച് മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് സംസാരിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി.ജെ.പി. കൊണ്ടുവന്ന പരിവർത്തനം എന്ന വിഷയം ബി.ജെ.പി. ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവീനർ പ്രിന്റു മഹാദേവും വികസിത ഭാരതത്തിനായി കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന വിഷയം പ്രസിഡന്റ് കെ.എസ്. ധനീഷും സജീവ അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന, മണ്ഡലം നേതാക്കളായ രാജൻ മഠത്തിൽ, പ്രേമൻ നമ്പിയത്ത്, ശാലിനി ജിനേഷ്, സുരേഷ് കെ.എ, ലയ പ്രദീപ്, ശ്രീജ എ.എസ്, സന്തോഷ് പണിക്കശ്ശേരി, മോഹനൻ കളപ്പുരയ്ക്കൽ, ജെ രമാദേവി, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു യാനി എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാമെന്നേ. പിന്നെ എന്തിന് ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും, കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. അക്കീലോല പൂവൻകുത്തി കണ്ണീലോല ക്ലിം അത്തിപ്പഴം കൊത്തിത്തുന്നു തത്തമ്മ. ഓ അപ്പൊ സി. എന്താണത്? ഇതൊരു എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്കാവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യാണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയോ? നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ്. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ?
അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലയ്ക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. തിരികെ വാർത്തകളിലേക്ക്. അഴീക്കോട് മുനക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ച് സമ്മർ ഫെസ്റ്റ് 2025 ഏപ്രിൽ 23 മുതൽ മെയ് 15 വരെ നടക്കും. മുസിരിസ് പൈതൃക പദ്ധതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ET ടൈസൺ MLA, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസീം, വാർഡ് മെമ്പർ സുമിത ഷാജി, മുസിരിസ് മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ, ഇബ്രാഹിം സബിൻ, അഖിൽ S ഭദ്രൻ, സംഘാടക സമിതി ചെയർമാൻ MS അജ്മൽ, ജനറൽ സെക്രട്ടറി അജ്മൽ അഷ്റഫ്, ട്രഷറർ മുഹമ്മദ് അസ്ഹാർ, പ്രോഗ്രാം കോർഡിനേറ്റർ KB ഐനസ്, PRO അനസ് നാസർ, രക്ഷാധികാരി KV സലീം, AM ആഷിഫ് എന്നിവർ പങ്കെടുത്തു. ട്രാഫിക് പോലീസില്ല, കാഞ്ഞാണിയിൽ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് യാത്രക്കാർ. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാത കടന്നു പോകുന്ന കാഞ്ഞാണിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ഇവിടെ ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന ഹോം ഗാർഡിനെ മാറ്റിയതാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കിയത്. രാവിലെയും വൈകിട്ടും പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിര കിലോമീറ്ററുകളോളം വരും. ഇതുമൂലം ജോലിക്ക് പോകുന്നവരാണ് കൂടുതൽ ദുരിതം നേരിടുന്നത്. ആംബുലൻസുകളും ഗതാഗത കുരുക്കിൽപ്പെടുന്നതും പതിവാണ്. ട്രാഫിക് പോലീസ് ഇല്ലാത്തതിനാൽ ബസ് ജീവനക്കാർ ഗതാഗത നിയന്ത്രണം ഏറ്റെടുക്കുന്ന അവസ്ഥയുമുണ്ട്. അന്തിക്കാട് പെരിങ്ങോട്ടുകര റോഡും ഏനാമാവ് ഗുരുവായൂർ റോഡും ഒത്തുചേരുന്നതാണ് കാഞ്ഞാണി സെന്റർ. കാഞ്ഞാണി ജംഗ്ഷനിൽ ഹോം ഗാർഡിനെയും ആവശ്യമുള്ള പോലീസിനെയും വിന്യസിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് DIGക്ക് പരാതി നൽകിയതായും അരുൺ പറഞ്ഞു. ഏറ്റവും തിരക്കേറിയ തൃശൂർ വാടാനപ്പള്ളി റോഡും ഏനാമാവ് ഗുരുവായൂർ റോഡും അന്തിക്കാട് പെരിങ്ങോട്ട് റോഡും ഒന്ന് ഒത്തുചേരുന്ന കാഞ്ഞാണി ജംഗ്ഷനിൽ കഴിഞ്ഞ 3 മാസമായി ഹോം ഗാർഡോ പോലീസോ ഡ്യൂട്ടിക്കില്ല. ഈ വിഷു, ഈസ്റ്റർ, മറ്റ് തിരക്കുകളായ ആളുകൾ 2 വീലറിന് പോകുമ്പോൾ മണിക്കൂറുകളാണ് ബ്ലോക്ക് ആവുന്നത്. ബസ് കടന്നു പോകാൻ പറ്റുന്നില്ല, ആംബുലൻസിന് കടന്നു പോകാൻ പറ്റുന്നില്ല. ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ഒരു ഡ്യൂട്ടിക്ക് ഒരു പോലീസിനെയോ ഹോം ഗാർഡിനെയോ ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾ നിയമിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ DIG ശ്രീ ഹരിശങ്കർ IPSന് പരാതി കൊടുത്തിരുന്നു. അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. 15-ാം തീയതി കഴിഞ്ഞാൽ അവരുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഡ്യൂട്ടിക്ക് പോലീസിനെയോ ഹോം ഗാർഡിനെയോ ഇടാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മണലൂർ ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിൽ ഉത്തരം വെപ്പ് ചടങ്ങ് നടത്തി. ചടങ്ങുകൾക്ക് ആചാരി രാധാകൃഷ്ണൻ ചൂരക്കോട്ട് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി ശരത്, പ്രസിഡന്റ് മധുസൂദനൻ, സതീഷ് ബാബു, മോഹനൻ, സുധീർ ലാൽ, രാമചന്ദ്ര വാര്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ നവീകരണ കലശം മെയ് 28 മുതൽ ജൂൺ 2 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാഞ്ഞാണി പോണലൂർ ദേശത്ത് വിഷു ആഘോഷം സംഘടിപ്പിച്ചു. കാഞ്ഞാണി വെള്ളേന്തടം മൈതാനത്ത് നടത്തിയ ചടങ്ങിൽ ബിപിൻ ദാസ് അധ്യക്ഷനായി. പൊതുപ്രവർത്തകനായ MV അരുൺ, വാർഡ് മെമ്പർ കൃഷ്ണേന്ദു ഷിജിത്, മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജനാർദ്ദൻ മണ്ണുമ്മൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി കലാപരിപാടികൾക്ക് ആരംഭം കുറിച്ചു. നമുക്കറിയാം, നമ്മുടെ വാർഡില് അല്ലെങ്കിൽ പോണലൂർ ദേശത്ത് നിരവധി പരിപാടികൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു വിഷുവാഘോഷ പരിപാടി ഇവിടെ നടത്തുന്നത്. ഇതിനു മുന്നിട്ടിറങ്ങിയ നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം വളരെ സന്തോഷത്തോടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ അധികമൊന്നും സംസാരിക്കണില്ല. ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നാട്ടുകാർക്കും പ്രത്യേകം സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിശ്വാസംസകൾ അർപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ ഈ പരിപാടി അതിഗംഭീരമായിട്ട് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയട്ടെ. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് അന്തിക്കാട് SI ജയരാജിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മെഴുകുതിരി കത്തിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വിവിധ നൃത്തങ്ങൾ അരങ്ങേറി. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് PP പ്രജിത്ത്, സെക്രട്ടറി അനുകുൽ,
ട്രഷറർ ഷാരോജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തീരദേശ മേഖലകളിലെ അർഹരായവർക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ നൽകി. ഓരോ പ്രദേശത്തും ഗ്രാമപഞ്ചായത്തുകളുടെയും സന്നദ്ധ സേനകളുടെയും മറ്റും സഹകരണത്തോടെയാണ് അർഹരായവരെ കണ്ടെത്തിയത്. ആശ്രയ, അതിദരിദ്രർ, ഹരിതകർമ്മസേന അംഗങ്ങൾ ഉൾപ്പെടെ തീരദേശ മേഖലയിലെ 1,00,000 പേർക്കാണ് റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. കയ്പമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. CP ട്രസ്റ്റ് അംഗങ്ങളായ ഷമീർ എളയടത്ത്, ഹിലാൽ കുരിക്കൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ഇസ്ഹാഖ്, ദേവിക ദാസൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പുത്തൻകോവിലകം കടവ് റോഡുമായി അന്തിക്കാട് കോൾപാടശേഖരത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നു വീണു. ഞായറാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ഏറെ കാലങ്ങളായി ഈ പാലത്തിന്റെ ഏതാനും സ്ലാബുകളുടെ അടിഭാഗം തകർന്നതുമൂലം മേൽഭാഗം അല്പം ഇടിഞ്ഞു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ കോൾപാട ശേഖരത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാഹനങ്ങൾ കടന്നുപോയതോടെ ഈ പാലം വീണ്ടും രൂക്ഷമായ തകർച്ച ഭീഷണിയിൽ നിൽക്കുന്നതിനിടയിലാണ് ഞായറാഴ്ച പാലം പൂർണ്ണമായും തകർന്നു വീണത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇക്കൊല്ലം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നെല്ല് കയറ്റി പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കയറിപ്പോകാനും എല്ലാ തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം പകുതിയായി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന്, അതായത് അടുത്ത കൊല്ലം കൃഷി തുടങ്ങുന്ന സമയത്ത് പൂർണ്ണമായി ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ പോകുന്ന വണ്ടികളുടെ കയ്യിൽ വീണ് പോയാൽ. അപ്പോൾ നമ്മൾ പദ്ധതികൾക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ചെയ്തു തരാമെന്ന് തന്നെയാണ് KLDC ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് ഫോട്ടോകളും എല്ലാവരും, ഇവിടുത്തെ എല്ലാ കർഷകരെയും ഇവിടുത്തെ നാട്ടുകാരെ എപ്പോഴും പറയാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പാലത്തിൻ്റെ കാര്യം. ഈ ഒരു പാലം മാത്രമാണ് ഇത്രയും മോശമായിട്ട് എടുക്കുന്നത്. അന്തിക്കാട് പാടശേഖരത്തിൽ ഇറക്കിയ താറാവ് കൂട്ടങ്ങളുടെ മുട്ട ശേഖരിച്ച് ഒരു വാഹനം ഈ പാലത്തിലൂടെ കടന്നുപോയി നിമിഷങ്ങൾക്കുള്ളിലാണ് പാലം തകർന്നു വീണത്. 3 സ്ലാബുകളാണ് പാലത്തിനുള്ളത്. ഇതിൽ 2 സ്ലാബും തകർന്ന് കനാലിലേക്ക് വീണ നിലയിലാണ്. ബാക്കിയുള്ള ഒരു സ്ലാബിലൂടെ ഇരുചക്ര വാഹനങ്ങളും മറ്റും കടന്നു പോകുന്നുണ്ട്. ഇത് ഏറ്റവും വലിയ അപകടത്തിന് കാരണമായേക്കുമെന്ന ഭീതിയും ഉയർന്നിട്ടുണ്ട്. പാലം തകർച്ച ഭീഷണി നേരിടുന്ന വിവരം നിരവധി തവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ആവശ്യമായ അടിയന്തര ഇടപെടൽ നടത്താൻ KLDCയോ മറ്റ് അധികൃതരോ തയ്യാറായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. റീബിൽഡ് കേരളയിൽ വെച്ച് പാലം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾക്ക് വേഗതയില്ലെന്ന ആക്ഷേപം വ്യാപകമാണ്. ബന്ധപ്പെട്ടവർ വേഗത്തിൽ സ്ഥലം സന്ദർശിച്ച് പാലം അടിയന്തരമായി നിർമ്മിക്കാൻ നടപടിയെടുക്കണമെന്ന് CPIM അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നാട്ടിക ഗ്രാമപഞ്ചായത്ത്, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടെ നിർമ്മിച്ച നാട്ടിക 4-ാം വാർഡിലെ അംബേദ്കർ നഗറിലെ അംബേദ്കർ സാംസ്കാരിക നിലയം സംസ്ഥാന റവന്യൂ ഭവന വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്താൻ പറ്റുന്ന ഒരിടമായിട്ട് ഇത് മാറും. സത്യത്തിൽ ഞാൻ ഇന്നലെ ഈ സാംസ്കാരിക നിലയത്തിന്റെ ചിത്രം കണ്ടു. പന്തലിട്ടില്ലായിരുന്നെങ്കിൽ ഇതിൽ മനോഹരമായിട്ട് ഇതിന്റെ എലിവേഷൻ കൂടി നമുക്ക് കാണാമായിരുന്നു. ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണാൻ ഈ പന്തൽ പൊളിച്ചു മാറ്റുമല്ലോ. പന്തൽ ഇട്ടത് കൊണ്ടൊരു കാര്യം മനസ്സിലായി, ഇത്തിരി കൂടി വലിയ വിചാരമാണെങ്കിൽ നടത്താൻ വേറെ വിരോധം ഉണ്ടാവില്ല. ഒരു പന്തൽ കൂടി ഇട്ടാൽ മതിയാകും. വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള, അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം. കണ്ടത് ചില നേരത്ത് പറഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് ഒരു കാര്യം പറയട്ടെ. സത്യത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പറായാൽ മതിയായിരുന്നു എന്ന് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, അപ്പോൾ റോസപ്പൂ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ റോസപ്പൂവിൻ്റെ കൂട്ടത്തിൽ പ്ലാസ്റ്റിക് പൊതിഞ്ഞൊരു കടലാസ് നോക്കി, അതിനെയും നമുക്ക് നിർബന്ധമായിട്ട് ഒഴിവാക്കണം.
അല്ലെങ്കിൽ നമ്മളും ഈ ഹരിതകർമ്മസേനയും ഒക്കെ കൂടി ചെയ്തൊരു പ്രവർത്തിക്ക് വേണ്ടത്ര ബലമില്ലാതെ വരും. നശിക്കാത്ത പ്ലാസ്റ്റിക്കിനെ ഇനി നമുക്ക് ഒഴിവാക്കണം. നമ്മുടെ നാട് വൃത്തിയുടെ നാടാണ്. മനോഹരമായ വിധത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനം. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, 4ാം വാർഡ് മെമ്പർ നികിത P രാധാകൃഷ്ണൻ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജൂബി പ്രദീപ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ബ്ലോക്ക് മെമ്പർമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അംബേദ്കർ സാംസ്കാരിക നിലയം കോൺട്രാക്ടർ ആഷിഖ്, 4ാം വാർഡിൽ അംഗനവാടി നിർമ്മിക്കുന്നതിന് സ്ഥലം സംഭാവനയായി നൽകിയ മുഹമ്മദ് അലി എന്നിവരെ മന്ത്രി ആദരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണവും ചടങ്ങിൽ നടന്നു. എടത്തുരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 22ാമത് അഖിലേന്ത്യാ വോളിബോൾ മത്സരങ്ങൾ സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ ഇൻകം ടാക്സ് ചെന്നൈ ജേതാക്കളായി. എതിരില്ലാതെ 3 സെറ്റുകൾക്ക് ഇന്ത്യൻ ആർമിയെയാണ് പരാജയപ്പെടുത്തിയത്. CP ട്രസ്റ്റ് ചെയർമാനും ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കമ്മീഷണറുമായ CP സാരിക് സമ്മാനദാനം നിർവഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. ക്ലബ് പ്രസിഡന്റ് പ്രശോഭിതൻ മുനപ്പിൽ, സെക്രട്ടറി PR ശ്രീനിവാസൻ, മുൻ വോളിബോൾ താരങ്ങളായ ഗോപിദാസ്, പ്രജോത് പണിക്കശ്ശേരി, അൻവർ ഹുസൈൻ, ഷിറാസ് കാവുങ്ങൽ, ഉത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകം സ്പോർട്സ് അക്കാദമി അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ സ്റ്റേഡിയം നിർമ്മാണ ഉദ്ഘാടനം സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. ലെബനിൽ വെച്ച് തന്നെ നിർബന്ധിച്ച് പ്രവർത്തിച്ചാണ്. അവിടെ എപ്പോഴും ശരി വരാവുന്ന സാഹചര്യം അവരുടെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പരിപാടി ഈ നാടിൻ്റെ ഉത്സവമായിട്ടാണ് വരുന്നത്. ഇൻ്റർനാഷണൽ വോളിബോൾ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ലഹരിക്കെതിരെ കായികമായ മുന്നേറ്റം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ മത്സരത്തിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, PK ചന്ദ്രശേഖരൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, റിയാഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, സംഘാടക സമിതി ഭാരവാഹികളായ VK മുജീബ് റഹ്മാൻ, KY അസീസ്, PH നിയാസ്, PH അമീർ എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ മതിലകം സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന വോളിബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ. ഈ ഫെസ്റ്റിവൽ സീസണിൽ 2 കാര്യം. ഒന്ന്, എമ്പുരാൻ കാണണം. കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ. സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ. ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ. കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ. പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ. 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ. കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ. ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ. ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും. മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614.
Malappuram Geeta Ravi Public School. The joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ആല, ചേറ്റുവ, മണപ്പുറം വയോജന ക്ഷേമ സമിതി, ചാരിറ്റബിൾ സൊസൈറ്റി, തൃപ്രയാറും മണപ്പുറം ഫൗണ്ടേഷനും സംയുക്തമായി വലപ്പാട്, നാട്ടിക, തളിക്കുളം പഞ്ചായത്തുകളിലെ നിർധനരായ വയോജനങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് നൽകി. ചടങ്ങിൽ ചെയർമാൻ ലാൽ കച്ചിലം അധ്യക്ഷനായി. ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, വയോജന സമിതി സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി, ദമയന്തി KC, PM നസീർ എന്നിവർ സംസാരിച്ചു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് നേറ്റിവിറ്റി ഫൊറാന പള്ളിയിൽ വിശുദ്ധ വാരാചരണത്തിന്റെ തുടക്കമായി ഓശാന ഞായർ ആചരിച്ചു. രാവിലെ 6 നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രത്യേക പ്രാർത്ഥനയും സുവിശേഷ വായനയും കുരുത്തോല ആശീർവാദവും കുരുത്തോല പ്രദക്ഷിണവും ഉണ്ടായി. ആശീർവദിച്ച കുരുത്തോലകൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. രാവിലെ 8:30-നും 10-നും വൈകിട്ട് 6 മണിക്കും തിരുകർമ്മങ്ങൾ ഉണ്ടായി. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായുള്ള യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ ബൈജു ജോർ, ജോസഫ് അറക്കൽ, ജിൻഡോ ചാലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ലയൺസ് ക്ലബിൻ്റെ 358ാമത്തെ ഐ ക്യാമ്പ് തൃപ്രയാർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബും കൊച്ചിൻ ഐ ഫൗണ്ടേഷനും സഹകരിച്ചാണ് ഐ ക്യാമ്പ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച നടത്തുന്നത്. 74 പേർ പങ്കെടുത്ത ക്യാമ്പിൽ 39 പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കും. ഇതോടൊപ്പം പ്രഷർ, ഷുഗർ പരിശോധനയും നടന്നു. ക്ലബ് പ്രസിഡന്റ് സാനി ജോസഫ്, ക്ലബ് സെക്രട്ടറി CR ഗണേഷ്, ബിന്ദു സുരേന്ദ്രൻ, രഘു പുളിക്കൽ, NM സുരേഷ്, NR സുഭാഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഞങ്ങളുടെ തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവരെ ഞങ്ങൾ ഈ പരിശോധനയിലൂടെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടത് ഏകദേശം 74ഓളം പേര് ഇന്ന് ക്യാമ്പിലൂടെ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പേഷ്യൻസിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏകദേശം ഒരു 39ഓളം പേര് ഇപ്പോൾ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാണെന്ന് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. ജെറുസലേമിലേക്ക് യേശുക്രിസ്തു നടത്തിയ രാജകീയ പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി അന്തിക്കാട് ഇടവകയിൽ ഓശാന തിരുനാൾ ആചരിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സ്റ്റാൾസൻ കള്ളിക്കാടൻ കാർമ്മികത്വം വഹിച്ചു. കുരുത്തോല വെഞ്ചിരിപ്പും അതിനുശേഷം കുരുത്തോല പ്രദക്ഷിണവും നടന്നു. തുടർന്ന് വാഹന ആശീർവാദവും നടന്നു. ചടങ്ങുകൾക്ക് സിസ്റ്റർ സത്യ, സിസ്റ്റർ LC, കൈക്കാരന്മാരായ ജോസഫ് താണിക്കൽ, റാഫേൽ കുരുതുകുളങ്ങര, ജോണി ചിരിയങ്കണ്ടത്ത്, ദർശന സഭാംഗങ്ങൾ, അൾത്താര സംഘം, ഗായക സംഘം തുടങ്ങിയവർ നേതൃത്വം നൽകി.
പള്ളിപ്പുറം ആലപ്പാട് കോൾ ഫാമിംഗ് സൊസൈറ്റിയുടെ വാഴക്കോൾ പടവിൽ കൃഷി ചെയ്തിട്ടുള്ള തണ്ണിമത്തന്റെ വിളവെടുപ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. ചടങ്ങിൽ പാടശേഖരത്തിലെ തണ്ണിമത്തൻ കൃഷിക്ക് എല്ലാവിധ സഹായവും നൽകിയ തൊഴിലാളി സഫാനെയും 2024-25 വർഷത്തെ പടവിലെ നല്ല കർഷകനായ MD സന്തോഷിനെയും നല്ല കർഷകയായ വിലാസിനി സുരേന്ദ്രനെയും ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് ADA മാലിനി, പാർലം കൃഷി ഓഫീസർ DT മരിയ ഡൊമിനിക്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, പാർലം പഞ്ചായത്ത് വാർഡംഗം വിദ്യാനന്ദൻ, സംഘം പ്രസിഡന്റ് CL റപ്പായ്, ഹോണററി സെക്രട്ടറി ഷീജ സുരേഷ് എന്നിവർ സംസാരിച്ചു. നല്ല മനോഹരമായിട്ടുള്ള തണ്ണിമത്തൻ്റെ കൃഷി നടത്തി സാമാന്യം നല്ല വിജയമുണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിഷുവിൻ്റെ തലേദിവസം തന്നെ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തിയത് ഒരു ശുഭസൂചകമാണ്. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും യഥാർത്ഥത്തിൽ കൃഷിയുമായി ബന്ധപ്പെടുന്നത്. സമൃദ്ധമായിട്ടുള്ള കാർഷിക വിളവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ് നമ്മുടെ നാട്ടിലെ കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുടെ എല്ലാം അടിസ്ഥാന കാര്യം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഈ തണ്ണിമത്തൻ കൃഷിയിലൂടെ നമുക്ക് ആയത്. കൃഷി ഓഫീസർമാർക്കൊക്കെ അറിയാം, ഗവൺമെൻറ് കൃഷിയുമായി ബന്ധപ്പെട്ട നമ്മുടെ പോളിസി മാറ്റി. നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് വിളയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. അതായത് ഒരിടത്തൊരു വിള ചെയ്താൽ ആ വിളയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കും. എന്നാൽ ഇപ്പോൾ വിളയിടാധിഷ്ഠിതമായ ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് നമ്മൾ കടന്നു. ശ്രീരാസപ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അവതാരമായി ബുദ്ധമതത്തിൽ വിശ്വസിച്ചാദരിക്കുന്ന ഗുരു പത്മസംഭവയുടെ ദർശനാഘോഷവും ഹനുമാൻ ജയന്തി ആചരണവും തൃപ്രയാർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. രാമായണം 23 ഗ്രന്ഥത്തിൻ്റെ രചയിതാവും ശ്രീരാസ വർക്ക്ഷോപ്പ് ആധുനിക പുനഃസ്ഥാപകനും കൂടിയായ ശ്രീ യോഗി മംഗള അധ്യക്ഷത വഹിച്ചു. ക്യാപ്റ്റൻ രജിത് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ ബിജു ശാരദ പത്മനാഭൻ ആത്മീയ പ്രഭാഷണവും അരുൺകുമാർ കൊറ്റിക്കൽ ഹനുമാൻ ജയന്തി ആശംസയും നടത്തി. അധ്യാപകനായ ശ്രീജിത്ത് രവീന്ദ്രൻ സ, അല്ലി റാണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധ സംഗീത സംവിധായകൻ KJ ജോമോൻ്റെയും VV സിന്ധുവിൻ്റെയും നേതൃത്വത്തിൽ കരോക്കെ സംഗീതാർച്ചനയും തുടർന്ന് വിഭവസമൃദ്ധമായ അന്നദാനവും ഉണ്ടായിരുന്നു. അവിടെ 5-6 ദിവസം ഞാൻ കൂട്ടാലുണ്ടായിരുന്നു. അതിൽ അവിടുത്തെ ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ടൈഗർ നെസ്റ്റ് എന്ന് പറഞ്ഞ മലയിലേക്ക് പോയി. ഒരു 3.5 മണിക്കൂർ നമ്മൾ മല കയറണം. ആ മല കയറി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു മനോഹരമായ ഒരു മൊണസ്ട്രി ഉണ്ട്. ആ മൊണസ്ട്രിയിലുള്ള പ്രതിഷ്ഠ ഒരു പത്മസംഭവമാണ്. അദ്ദേഹം 2 ഭാര്യമാരും കൂടി ഇരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. ഒരു 3.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കഠിനമായ മലം തന്നെ, ശരിക്കും വലിയൊരു ഇതാണ്. ഒരുപാട് കുറച്ച് കഷ്ടപ്പെട്ട് വരും നമ്മൾ മുകളിൽ കയറി ചെല്ലുമ്പോൾ. പക്ഷെ കെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജപ്രവാഹം, അത് നമുക്ക് നമ്മുടെ തലോടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ അധികാരികൾ കണ്ണു തുറക്കണമെന്ന ആവശ്യവുമായി കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫൊറോന സമിതി ഉപവാസ സമരം നടത്തി. തൃപ്രയാർ സെന്റ് ജൂഡ് പള്ളിയുടെ മുന്നിൽ ഫൊറോന വികാരി ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷനായി. മനുഷ്യജീവന്റെ സിസ്റ്റത്തെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ പോരാടാൻ സമൂഹം ഒന്നിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫൊറോന സെക്രട്ടറി ഓസ്റ്റിൻ പോൾ, നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി, മാപ്പിളപ്പാട്ട് കലാകാരൻ ഉമ്മർ പഴുവിൽ, പഴുവിൽ ഫൊറോന കൗൺസിൽ സെക്രട്ടറി AA ആന്റണി, സെന്റ് ജൂഡ് പള്ളി കൈക്കാരൻ CA സോബി, മദ്യവിരുദ്ധ സമിതി ഫൊറോന പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു. നാട്ടിക യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാനേഷ് K രാമൻ ഉപവാസമനുഷ്ഠിക്കുന്നവർക്ക് കണിക്കൊന്ന പൂവ് നൽകി അഭിവാദ്യം അർപ്പിച്ചു. വിവിധ ഇടവകകളെ പ്രതിനിധീകരിച്ച് ഫ്രാൻസിസ്, ആൽഡ്രിൻ ജോസ്, സൈമൺ മഞ്ഞളി, ദേവസി ഇലുവത്തിങ്കൽ, സിജോ ഇഞ്ചോടിക്കാരൻ, വിൻസെന്റ് മംഗലത്ത് എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് ആന്റോ തുറയൻ, സെക്രട്ടറി ഓസ്റ്റിൻ പോൾ, ജോയിന്റ് സെക്രട്ടറി ജെസ്സി വർഗീസ് എന്നിവർ രാവിലെ 10:30 മുതൽ 4:30 വരെ നടത്തിയ ഉപവാസ സമരത്തിൽ ഉപവാസമനുഷ്ഠിച്ചു. മെജി തോമസ്, പൈലി ആന്റണി, ജോബി ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഫൊറോന പ്രൊമോട്ടർ റവറൻഡ് ഫാദർ ജോയ് മുരിങ്ങാത്തേരി ഉപവാസമനുഷ്ഠിച്ചവർക്ക് നാരങ്ങ വെള്ളം നൽകി.
തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC ഡേവിസ് സമാപന സന്ദേശം നൽകി. തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മാനേജ്മെന്റിന്റെയും സ്റ്റാഫിന്റെയും നേതൃത്വത്തിൽ വിഷു കണിയൊരുക്കി. തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ മാനേജ്മെന്റിന്റെയും സ്റ്റാഫിന്റെയും നേതൃത്വത്തിൽ വിഷുവിനെ വരവേറ്റ് വിഷുക്കണിയൊരുക്കിയും വിഷു സദ്യയും കലാപരിപാടികളും നടത്തിയും വിഷു ആഘോഷം വർണ്ണാഭമായി. മാനേജർ ജിൻസൺ മംഗലം, PRO KM ഉബൈദു, അസിസ്റ്റന്റ് മാനേജർ ഡോയ്, മറ്റു സ്റ്റാഫുകൾ എന്നിവർ നേതൃത്വം നൽകി. കസ്റ്റമേഴ്സിന് വിഷുവിനോടനുബന്ധിച്ച് സമ്മാനങ്ങളും നൽകി. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും ഇഷാര ഗോൾഡ് മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ നേർന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. ട്രാഫിക് പോലീസ് ഇല്ലാത്തതിനാൽ കാഞ്ഞാണിയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. കഴിമ്പ്രത്ത് ഇനി ഉത്സവരാവുകൾ. ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.